കൂട്ടുകാരെ, നിങ്ങൾ ആനയെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ആനയെ ഇഷ്ടമാണോ? എന്നാൽ ആ ആനയെ നമുക്കൊന്ന് വരച്ചാലോ? വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ആനയെ വരയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പെൻസിലെടുത്ത് ഇതുപോലെ ഒരു വരയ്ക്കുക. അത് വരച്ച് നിർത്തി ഒരു കുറച്ച് സ്പേസ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതേപോലെ അതേ ഷേപ്പിൽ അതേ അളവിൽ തന്നെ വളരെ ശ്രദ്ധിച്ച് ഇതുപോലെ അടുത്തൊരു റായും കൂടെ അതിൻ്റെ അടുത്ത് ഇതുപോലെ വരച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഫേസ് കിട്ടി. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ആനയുടെ ആ ഒരു തുമ്പിക്കൈയാണ് വരയ്ക്കാൻ പോകുന്നത്. തുമ്പിക്കൈ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു പോലെ വരച്ചിട്ട് നമ്മൾ കുറച്ച് പയ്യെ ഇതുപോലെ വരച്ച് ആ റായുടെ മുകളിലൂടെ ഇതുപോലെ കൊണ്ട് നമ്മളിപ്പോൾ ആനയുടെ ആ ഒരു തലഭാഗമാണ് വരച്ചത്. ഇപ്പോൾ നമുക്ക് ആ ഒരു തുമ്പിക്കൈയിലൂടെ നമ്മൾ ആ ഒരു ആനയുടെ തലയുടെ ആ ഒരു ഭാഗവും നമ്മുടെ ആ ചെവിയും കൂടെ വരച്ചു. ഇനി നമുക്ക് അവിടെ ചെവിയുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ചെറിയൊരു കണ്ണ് നമുക്ക് വരച്ചു കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് സമയമെടുത്ത് നിങ്ങൾ ഇതുപോലെ വരച്ചാൽ മതിയാകും. ആ ഒരു തുമ്പിക്കൈ നമ്മൾ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ ഒരു കൊമ്പും കൂടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മളൊരു കുട്ടി കൊമ്പൻ ആനയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ചിർത്തിയ ആനയുടെ ആ തലയുടെ ആ ഒരു ഭാഗത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഷേപ്പിൻ്റെ കുറച്ച് മുകളിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ സാവധാനം വരച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു ആനയുടെ ആ ഒരു ബാക്ക് പോർഷൻ്റെ ആ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ വരച്ചു. ആ കാലിൻ്റെ നഖം കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ബാക്കിലത്തെ അടുത്ത ഒരു കാര്യം കൂടെയാണ് വരയ്ക്കുന്നത്. അതും ഇതുപോലെ തന്നെ എല്ലാ ഏകദേശം ഒരേ ഷേപ്പിൽ വരുന്ന രീതിയിൽ നിങ്ങൾ അളവ് നോക്കി ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ നോക്കുക. ഇനി ആ മുമ്പിലത്തെ ആ ഒരു ഭാഗത്തെ കാൽപാദങ്ങളാണ് നമ്മൾ വരയ്ക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ വരയ്ക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ച് വളരെ സമയമെടുത്ത് വരച്ചാൽ മതിയായിരിക്കും. നമ്മളിപ്പോൾ തന്നെ ഏകദേശം ആനയുടെ ഔട്ട്ലൈനും കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇതുപോലെ ഒരു വാലും കൂടെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആനയുടെ ആ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആനയുടെ ആ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗം നമുക്കൊരു ഒറിജിനാലിറ്റി തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ലൈൻ വളരെ ശ്രദ്ധിച്ച് ഇതേ ഷേപ്പിൽ തന്നെ നിങ്ങൾ വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത വരകൾ ആ മുകൾ ഭാഗത്തുള്ള വരകളെല്ലാം തന്നെ നമ്മൾ ഇറേസ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. അതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് വരച്ച വരകളൊക്കെ ഒന്ന് കറക്റ്റ് ലെവലാക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക ആ കാലുകളൊക്കെ. ഇപ്പോൾ നമ്മുടെ ആ ഒരു ആനയുടെ നമ്മുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആനയുടെ ഔട്ട്ലൈൻ പെൻസിൽ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള നമുക്ക് നമ്മൾ ഒരു ബ്ലാക്ക് കളർ പെൻസിൽ കൊണ്ട് ആനയുടെ ഔട്ട്ലൈൻ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചതിന് പുറത്തൂടെ എല്ലാം തന്നെ വളരെ തിക്കായിട്ട് ഇതുപോലെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് വരച്ച ആനയുടെ ആ ഒരു പിക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ച് ട്രൈ ചെയ്തതിന് ശേഷം ഈ സ്ക്രീൻ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. അയച്ചു വരുന്ന പിക്കുകളെല്ലാം തന്നെ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.